കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നഗരസഭാധ്യക്ഷൻ TJ ജോസഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. 3.5 വർഷമായി അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസിലെ TJ ജോസഫ് UDF-ലെ മുൻ ധാരണപ്രകാരമാണ് സ്ഥാനമൊഴിഞ്ഞത്. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സംരംഭക സംഗമം നടന്നു. കളക്ടർ അജിത് പാട്ടീൽ IAS ഉദ്ഘാടനം നിർവഹിച്ചു. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ തൊടുപുഴയും സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷനും ഇടുക്കി ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ചെറിയാനും സന്ദർശിച്ചു. തൊടുപുഴ നഗരസഭാ ലൈബ്രറി പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള മുനിസിപ്പൽ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിഭിന്നശേഷിയുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം തൊടുപുഴയിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് സ്കോളർഷിപ്പ് വിതരണം നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. നഗരസഭാ അധ്യക്ഷൻ TJ ജോസഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. 3.5 വർഷമായി അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസിലെ TJ ജോസഫ് UDF-ലെ മുൻ ധാരണപ്രകാരമാണ് സ്ഥാനമൊഴിഞ്ഞത്. ചൊവ്വാഴ്ച നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. വൈകിട്ട് 4-ന് നഗരസഭാ സെക്രട്ടറി മുമ്പാകെയാണ് രാജി സമർപ്പിച്ചത്. മുന്നണിയിലെ ധാരണപ്രകാരം ഇനി മുസ്ലിം ലീഗിനാണ് 1.5 വർഷം ചെയർമാൻ പദം ലഭിക്കുക. മുസ്ലിം ലീഗിലെ AM ഹാരിദ് ചെയർമാനാകും. രാജി സമർപ്പിച്ചാലും 2 ആഴ്ച കൂടി കഴിഞ്ഞാകും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി പൂർത്തീകരിക്കുക. അതുവരെ വൈസ് ചെയർപേഴ്സൺ സാബിറ ഷെരീഫ് ആയിരിക്കും ചെയർമാന്റെ ചുമതല നിർവഹിക്കുക. കൗൺസിൽ യോഗത്തിൽ എല്ലാവരുടെയും സഹകരണത്തിന് ചെയർമാൻ നന്ദി പറഞ്ഞു. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരും സംസാരിച്ചു. തൊടുപുഴ നഗരസഭയെ മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഒഴിവാകുന്നത് എന്ന് മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് പറഞ്ഞു. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോടൊപ്പം നടന്ന സൗഹൃദ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 3.5 വർഷക്കാലത്തിന് ഇടകൊണ്ട് ഈ കൗൺസിൽ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമായും 3-4 കാര്യങ്ങൾ ആണ് പറഞ്ഞിരുന്നത്. ആ 4 കാര്യങ്ങളും ഒരു നഗരസഭയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. ആദ്യമായി വലിയ വിഷയമായി നിന്നത് മാലിന്യ പ്രശ്നമായിരുന്നു. ആ മാലിന്യ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്ന സന്തോഷം. വൈസ് ചെയർപേഴ്സൺ സാബിറ ഷെരീഫ്, കൗൺസിലർമാരായ ഷിബിലി സാഹിബ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഷീജ ജയൻ, നൈറ്റ്സി കുര്യാക്കോസ്, AM ഹാരിദ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മാധ്യമപ്രവർത്തകർക്കു വേണ്ടി ജന്മഭൂമി ബ്യൂറോ ചീഫ് പൂവത്തിങ്കൽ ബാലചന്ദ്രൻ സംസാരിച്ചു. ഇലഞ്ഞിക്കൽ കുടുംബ സംഗമം മുതലക്കോടത്ത് നടന്നു. മുതലക്കോടം സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന സംഗമം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ കുടുംബത്തിലെ പല അംഗങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുടുംബങ്ങളാണ് പല സ്ഥലങ്ങളിലായി താമസിക്കുന്നത്. ബന്ധങ്ങളൊക്കെ ഫോൺ വഴിയൊക്കെ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒത്തുചേരാനുള്ള അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അടുപ്പം പോലെ ഉള്ളപ്പോൾ പലപ്പോഴും പറയാതെ ബന്ധങ്ങൾ പുതുക്കുന്നത് അരക്കിട്ട് ഉറപ്പിക്കുന്നതിനൊക്കെ ഈ കുടുംബയോഗങ്ങൾ വളരെയേറെ സഹായകരമാണ്. വർഷത്തിലൊരിക്കലെങ്കിലും ഒത്തുചേരുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളായി നമുക്ക് കണക്കാക്കാം. പ്രാർത്ഥനയുടെ ഐക്യത്തിലാണ് നമ്മളെല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവരുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിന് ഇത്
സഹായകരമാണ് ഒരു സംശയം ഇവർക്കൊടുത്ത് വന്നു ചേരാൻ കൺവെൻസുകളാണ്. ഇലഞ്ഞിക്കൽ കുടുംബത്തിലെ ശാഖകളായ കുഴികണ്ടത്തിൽ, ചീമ്പാറയിൽ, കുന്നക്കാട്ട്, കുന്നുമേൽ, കുറൂർ, കൊമ്പിയാകുളം, കണ്ടത്തിങ്ങര എന്നീ കുടുംബങ്ങളുടെ സംയുക്ത കൂട്ടായ്മയാണ് നടന്നത്. കുടുംബയോഗം പ്രസിഡന്റ് ബേബി ചീമ്പാറ അധ്യക്ഷത വഹിച്ചു. മുതലക്കോടം പള്ളി വികാരി ജോസഫ് അടപ്പൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കെ വി തോമസ്, ജോസ് തോമസ്, ജോണി കുഴികണ്ടത്തിൽ, ജോസ് കുറൂർ, ഫാദർ ജെയ്സൺ കുഴികണ്ടം, ഫാദർ റോബർട്ട് കുന്നക്കാട്ട്, ഫാദർ ജിൽസൺ കുറൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ സംരംഭക സംഗമം നടന്നു. തൊടുപുഴ ചിന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KS രാജീവ് അധ്യക്ഷത വഹിച്ചു. കളക്ടർ അജിത് പാട്ടീൽ IAS ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണം ഇത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഇറ്റ്സ് എ വെരി ബിഗ് വേർഡ്, ഒരു കൺസെപ്റ്റാണ്. സ്ത്രീ ശാക്തീകരണം എന്ന കൺസെപ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ പറയണമെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇറ്റ് വിൽ നോട്ട് ബി പ്രോപ്പർ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു 50 വർഷം മുമ്പ് സ്ത്രീകളുടെ ഈ സോഷ്യൽ ലൈഫിലെ റോൾ എന്താണ് എന്ന് പറഞ്ഞാൽ അത് വളരെ പരിമിതമായിരുന്നു. ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ അത് വളരെ സ്റ്റേജസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ സ്റ്റേജസ് വളരെ സിമ്പിളാണ്. ഈ ജോലി ഇവരൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയം പുരുഷന്മാരുടെ എല്ലാവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ആ ഒരു ആദ്യഘട്ടം ഉണ്ടായിരുന്നു. കുടുംബശ്രീ പോലെ പ്രോജക്ട്സ് വന്നു. പല ജോലികൾ, ഇതുവരെ എടുക്കാത്ത ജോലികൾ സ്ത്രീകൾ ഏറ്റെടുത്തു. അതിനുശേഷം വന്ന ഒരു വിചാരം, ഒരു ധാരണ, അവർ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷേ പൂർത്തീകരിക്കാൻ സാധിക്കുമോ? അടുത്ത സ്റ്റെപ്പ്, എല്ലാ ജോലികൾ നന്നായിട്ട് പൂർത്തീകരിച്ചു. ഇവരെ പൂർത്തീകരിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് നല്ല ക്വാളിറ്റി ഉണ്ടോ? കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KB വത്സലകുമാരി, ഷൈനം സിറിയക്, പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, ബാബു ഗണേഷ്, പ്രോഗ്രാം മാനേജർ S സലീം, മനോഹർ വർഗീസ്, ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ മുട്ടക്കോഴികളെ വളർത്തുന്ന അതിനൂതന രീതിയിൽ രൂപകൽപ്പന ചെയ്ത മെറ്റാലിക് കൂടുകളുമായി ലാർസൺസ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. 5 അടി നീളവും 2.5 അടി വീതിയുമുള്ള സ്ഥലത്ത് 36 മുട്ടക്കോഴികളെ വളർത്തുവാൻ പാകത്തിനുള്ള പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് ഘടിപ്പിച്ച മെറ്റാലിക് കൂടുകളാണ് ലാർസൺസ് തയ്യാറാക്കിയിരിക്കുന്നത്. കൂടിനോട് ചേർത്ത് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാൽ പാചകവാതകവും ലഭിക്കും എന്നതാണ് ഈ കൂടിന്റെ പ്രത്യേകത. വീട്ടുമുറ്റത്തോ ടെറസിലോ കുറഞ്ഞ സ്ഥലത്ത് സ്ഥാപിക്കാവുന്നതാണ് ഈ കൂട്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന സംരംഭകത്വ സംഗമത്തിലാണ് കോഴി വളർത്തുവാനുള്ള കൂടുമായി ലാർസൺസ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എത്തിയത്. ഒരു കൂടാണ്, മെറ്റാലിക് കൂടാണ്. ഇത് ഒരിക്കലും തുരുമ്പെടുക്കാറില്ല. ഇത് 3 ലെയറിലായിട്ട് അവർക്ക് 12 കോഴി വീതമായിട്ട് 36 കോഴിയും കൂടും കൂടിയാണ് ഇപ്പോൾ കുടുംബശ്രീകൾക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ കോഴിയുടെ പേരെന്ന് പറഞ്ഞാൽ BB38 എന്ന് പറഞ്ഞ കോഴിയാണ് കൊടുക്കുന്നത്. ഇത് 2 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. 3 മാസം കഴിയുമ്പോൾ ഇത് മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങിയാൽ 11 മാസം വരെ നമുക്ക് കൃത്യമായിട്ടുള്ള മുട്ട കിട്ടും. നമുക്ക് ചെറിയ തോതിലുള്ള ഒരു 50 രൂപ മതി നമുക്ക് ഡെയിലി കിറ്റ് കൊടുക്കാൻ. ഡെയിലി 210 രൂപ വരെ മുട്ട നമുക്ക് ഡെയിലി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. വീട്ടിലുള്ള സകല വേസ്റ്റുകളും ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് നാടൻ കോഴിയാണ്ട് ഇത് അടകടക്കാറില്ല. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ തൊടുപുഴയും സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷനും ഇടുക്കി ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഒളിമ്പ്യൻ ഷൈനി വിൽസണും വിൽസൺ ചെറിയാനും സന്ദർശിച്ചു. ഒളിമ്പ്യൻ എന്ന നിലയിൽ രഞ്ജിത്ത് മഹേശ്വരിക്ക് അർജുന അവാർഡ് കിട്ടാത്തതിൽ ദുഃഖമുണ്ടെന്ന് ഷൈനി വിൽസൺ പറഞ്ഞു. കായിക പരിശീലനത്തോടൊപ്പം തന്നെ യോഗയും വ്യക്തിത്വ വികസന, സ്പോർട്സ് സൈക്കോളജിയും എല്ലാം ചേർന്ന് നടത്തുന്ന ക്ലാസുകളുമുള്ള ഈ ക്യാമ്പ് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്നതാണെന്നും ഷൈനി അഭിപ്രായപ്പെട്ടു.
ഞാൻ ആദ്യമായിട്ട് തൊടുപുഴയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സബ് ഡിസ്ട്രിക്ട് മീറ്റിൽ വന്ന് അത് കഴിഞ്ഞ് പിന്നെ കരിമണ്ണൂർ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യനായി. അന്ന് 100 മീറ്റർ 200 മീറ്റർ ലോങ് ജമ്പ് ഹൈ ജമ്പ് അങ്ങനെ. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ അടുത്ത് വഴുത്തല. അപ്പോൾ എൻ്റെ എല്ലാ ഇതിലും തൊടുപുഴ എന്നുള്ള ഇത് വരുന്നുണ്ട്. എല്ലാ എല്ലാ സ്കൂളുകളും തമിഴ്നാട്ടിലായാലും ഏത് സ്ഥലത്ത് ഞാൻ സ്കൂളിൽ പോയാലും തൊടുപുഴ വഴുത്തല എന്നുള്ള ആ ഒരു ജനിച്ചു വളർന്ന സ്ഥലം എല്ലായിടത്തും ഈവൻ സ്കൂളിലെല്ലാ കുട്ടികൾക്ക് ഇങ്ങനെ ബയോഡേറ്റ വായിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ സലീം കുട്ടി കുറച്ച് ഇൻട്രസ്റ്റ് എടുത്തിട്ട് പുള്ളിയുടെ സ്വന്തം രീതിയിൽ പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നല്ല കാര്യമാണ്. അങ്ങനെ ഇൻഡിവിജ്വലായിട്ടും കുറച്ച് ഇൻട്രസ്റ്റ് വേണം. ആ ഗവൺമെൻറ് സഹായങ്ങൾ കൊടുക്കണം. ഭാവിയിൽ തൊടുപുഴയിൽ ഫുട്ബോളും അത്ലറ്റിക്സും നീന്തലും യോജിപ്പിച്ചുകൊണ്ട് അക്കാദമി തുടങ്ങാൻ ആഗ്രഹിക്കുന്നതായി വിൽസൺ ചെറിയാൻ പറഞ്ഞു. ഇടുക്കി DMO കെ പത്മം, തൊടുപുഴ ആശുപത്രി സൂപ്രണ്ട് N ലീന, സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി, ഇടുക്കി ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടോമി ജോസഫ് കുന്നേൽ, ഡോക്ടർ R സതീഷ്, ഡോക്ടർ ജോസൺ ജേക്കബ്, ഡോക്ടർ ബിജി ജോൺ, PA സലീംകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴ നഗരസഭാ ലൈബ്രറി പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള മുനിസിപ്പൽ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി ഹോൾ, റീഡിംഗ് റൂമുകൾ ഉണ്ടായിരിക്കും. വഴി എപ്പം ദൈർഘ്യമുള്ളതാണ്. പല ഓഫീസുകളിലും മുൻകൂറാണ് ഇവിടെ പല കച്ചവട സ്ഥാപനങ്ങളിൽ വളരെ ലേറ്റായിട്ട് പ്രവർത്തിക്കാൻ എത്ര മണി വരെയാണ് സാധാരണ? ഞാൻ ലൈബ്രറിയോട് ചോദിച്ചു വായിക്കാൻ എത്ര വീക്കിലീസ് ഉണ്ട്? 16 കൃഷിയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ എത്ര പേരിവിടെ വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നഗരസഭാ അധ്യക്ഷൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സാബിറ ഷെരീഫ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷിബിലി സാഹിബ്, AM ഹാരിത്, ജോസഫ് ജോൺ, ഷീജ ജയൻ, നൈറ്റ്സി കുര്യാക്കോസ്, കൗൺസിലർമാരായ MM കരീം, ജോസ് മഠത്തിൽ, താജുനിസ തുടങ്ങിയവർ പ്രസംഗിച്ചു. 14,30,000 രൂപ മുടക്കി നവീകരിച്ചാണ് പുതിയ കെട്ടിടത്തിലേക്ക് മുനിസിപ്പൽ ലൈബ്രറി മാറ്റി സ്ഥാപിച്ചത്. വിസ്മയ സിനി ആർട്ടിസ്റ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ദൃശ്യം സിനിമയുടെ 150ാം ദിവസത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൊടുപുഴ തോട്ടുങ്കൽ ബിൽഡിംഗിൽ നടന്ന പരിപാടികൾക്ക് ദാസ് തൊടുപുഴ, PRG നായർ, ജോർജ് പാറപ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയാള സിനിമയുടെ 85 വർഷമായി മലയാള സിനിമ പഠിക്കുന്നു. ആ 85 വർഷത്തെ ചരിത്ര വിസ്മയമായ ദൃശ്യമെന്ന പടം, ആ സിനിമ തൊടുപുഴയിലാണ് പൂർണ്ണമായി ചിത്രീകരിച്ചതെന്നുള്ളതാണ് ഏറ്റവും വലിയ നമുക്ക് അഭിമാനിക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന് ഈ ദൃശ്യം തൊടുപുഴയിൽ ചിത്രീകരിച്ച 100ാമത്തെ മലയാള സിനിമയാണ്. അങ്ങനെ ഇങ്ങോട്ട് സംഭവം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഒരു സ്ഥലത്ത് ഉണ്ടാകാത്തൊരു സംഭവമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. നഗരസഭാധ്യക്ഷൻ TJ ജോസഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. 3.5 വർഷമായി അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസിലെ TJ ജോസഫ് UDFിലെ മുൻ ധാരണ പ്രകാരമാണ് സ്ഥാനമൊഴിഞ്ഞത്. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ സംരംഭക സംഗമം നടന്നു. കളക്ടർ അജിത് പാട്ടീൽ IAS ഉദ്ഘാടനം നിർവഹിച്ചു. സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ തൊടുപുഴയും സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷനും ഇടുക്കി ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഒളിമ്പ്യൻ ഷൈനി വിൽസണും വിൽസൺ ചെറിയാനും സന്ദർശിച്ചു. തൊടുപുഴ നഗരസഭാ ലൈബ്രറി പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള മുനിസിപ്പൽ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിഭിന്നശേഷിയുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം തൊടുപുഴയിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് സ്കോളർഷിപ്പ് വിതരണം നടത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
സമയമുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.